വെൽക്കം എവരി വൺ ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് वाक्य और वाक्य के भेद. वाक्य क्या है, वाक्य के कितने भेद होते हैं, अर्थ के आधार पर वाक्य के भेद, रचना के आधार पर वाक्य के भेद. ഇത് രണ്ടും നമ്മൾ ഇതിനെ अर्थ के आधार पर वाक्य के भेद അതിൻ്റെ വരുന്ന ടോപ്പിക്സുകളും അതുപോലെ രചന के आधार पर वाक्य के भेद, രചനയുടെ അടിസ്ഥാനത്തിൽ വാക്യത്തിന് എത്ര ഭേദമുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ എല്ലാം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാക്യ, അതായത് എന്താണ് വാക്യം എന്നത് നമ്മൾ ആദ്യം പരിചയപ്പെടും. അതിനുശേഷം വാക്യക്ക് ഭേദ് അല്ലേ, അത് അർത്ഥക്ക് ആധാർ പറും രചനയ്ക്ക് ആധാർ പറുണ്ട്. അപ്പം അർത്ഥക്ക് ആധാർ പർ വാക്യക്ക് ഭേദിൽ എത്ര ടോപ്പിക്സ് ആണ് വരുന്നത്, എത്രയാണ് അർത്ഥക്ക് ആധാർ പർ വാക്യക്ക് ഭേദ് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. വിധാൻ വാചക വാക്യ, ഫസ്റ്റ് വൺ വിധാൻ വാചക വാക്യ, നിഷേധ വാചക വാക്യ, പ്രശ്നവാചക വാക്യ, വിസ്മയാദിവാചക വാക്യ, ആജ്ഞാവാചക വാക്യ, ഇച്ഛാവാചക വാക്യ, സങ്കേതവാചക വാക്യ, സന്ദേഹവാചക വാക്യ. ഇത്ര എണ്ണമാണ് ഉള്ളത്, 8 എണ്ണമാണ്. अर्थ के आधार पर वाक्य के भेद कितने भेद होते हैं, 8 भेद होते हैं. इन्हीं रचना के आधार पर वाक्य के भेद. रचना के आधार पर वाक्य के भेद सरल वाक्य, संयुक्त वाक्य, मिश्रित वाक्य. അത് 3 ഭേദാണുള്ളത്. രചന के आधार पर वाक्य के कितने भेद होते हैं, 3 भेद होते हैं. सरल वाक्य, संयुक्त वाक्य, मिश्रित वाक्य. ഇനി നമുക്ക് ആദ്യം വാക്യം എന്താണെന്ന് നോക്കാം അല്ലേ. വാക്യ शब्दों के एक सार्थक समूह जिससे वक्ता का भाव स्पष्ट हो जाए उसे वाक्य कहते हैं. ശബ്ദോം കെ ഏക സാർത്ഥക സമൂഹ അല്ലേ, ശബ്ദങ്ങളുടെ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു സമൂഹം, ഒരു കൂട്ടം അല്ലേ. ജസസെ വക്താക്ക ഭാവ്, അതിലൂടെ ഒരു വക്താവിൻ്റെ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന, അത് പറയുന്ന ആളിൻ്റെ ഭാവ് സ്പഷ്ട ഹോ ജായേ അല്ലേ, പറയാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിലെ ഭാവം, അയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, സങ്കടമാണോ സന്തോഷമാണോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്പഷ്ട ഹോ ജായേ, ആ വാക്യത്തിലൂടെ അത് സ്പഷ്ടമാക്കപ്പെടും. ഉസേ വാക്യ കഹത്തെ ഹേ, അപ്പോൾ അർത്ഥവത്തായ ശബ്ദങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും, അതിലൂടെ ആ വക്താവിൻ്റെ മനസ്സിലുള്ള ഭാവങ്ങൾ സ്പഷ്ടമാക്കപ്പെടും. അതിനെയാണ് ഉസേ വാക്യ കഹത്തെ ഹേ. ശബ്ദോം കെ एक सार्थक समूह जिससे वक्ता का भाव स्पष्ट हो जाए उसे वाक्य कहते हैं. ഈ വാക്യക്ക് ഭേദ് അതിൽ അർത്ഥക്ക് ആധാർ पर ഉണ്ട്, രചനയ്ക്ക് ആധാർ पर ഉണ്ട് അല്ലേ. വാക്യക്ക് ഭേദിൽ അർത്ഥക്ക് ആധാർ पर वाक्य के 8 भेद होते हैं. രചന के आधार पर वाक्य के भेद 3 भेद होते हैं. ഇനി നമുക്ക് ആദ്യം അർത്ഥക്ക് ആധാർ पर वाक्य के भेदिൽ 8 भेद നമുക്കൊന്ന് നോക്കാം. अर्थ के आधार पर वाक्य के भेद. अर्थ के आधार पर 8 प्रकार के वाक्य होते हैं. कितने प्रकार के होते हैं, 8 प्रकार. अर्थ के आधार पर वाक्य को 8 प्रकार होते हैं. विधानवाचक वाक्य, निषेधवाचक वाक्य, प्रश्नवाचक वाक्य, विस्मयादिवाचक वाक्य, आज्ञावाचक वाक्य, इच्छावाचक वाक्य, സങ്കേതവാചക വാക്യ, സന്ദേഹവാചക വാക്യ. ഇതാണ് 8 പ്രകാർ. अर्थ के आधार पर वाक्य के 8 भेद होते हैं. 8 भेദാണ് ഇപ്പോൾ വായിച്ചത്. ഇനി നമുക്ക് അതിലെ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വിധാൻ വാചക വാക്യ. വിധാൻ വാചക വാക്യ എന്താണ് വിധാൻ വാചക വാക്യം നോക്കാം. वह वाक्य जिससे किसी प्रकार की जानकारी प्राप्त होती है वह विधान वाचक वाक्य कहलाता है. അതായത് വഹ് വാക്യ ജിസസെ, ഒരു വാക്യം അതിലൂടെ കിസി പ്രകാർ കി ജാൻകാരി, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ
അല്ലേ? ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അറിവ്, ഒരു ജാൻകാരി, ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലുള്ള വാക്യമാണ് വിധാൻ വാചക വാക്യ എന്ന് പറയുന്നത്. വഹ് വിധാൻ വാചക വാക്യ കഹലാത്ത ഹെ. അതിന് എക്സാമ്പിൾസ് നോക്കാം. എന്താണ് ഈ വിധാൻ വാചക വാക്യ? രാധ പഠിത്തി ഹെ, അല്ലേ? ഇപ്പം നമുക്ക് രാധ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. മേരാ കാം ഖത്മ ഹോ ഗയാ ഹെ, എൻ്റെ ജോലിയൊക്കെ തീർന്നു, അല്ലേ? എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മേരെ പിതാക്കാ നാം രാജേഷ് ഹെ, എൻ്റെ അച്ഛൻ്റെ പേര് രാജേഷ് എന്നാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് രാജേഷ് എന്നാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. സോഹൻ കി മാതാജി ബീമാർ ഹെ, സോഹൻ്റെ അമ്മ അസുഖമായിട്ടിരിക്കുകയാണ്. ഭാരത് ആസാദ് ദേശ് ഹെ, ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമാണ്. രാധിക ഖാന ഖാ രഹി ഹെ, രാധിക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിജി ഭാരത് കെ പ്രധാനമന്ത്രി ഹെ, മോദിജിയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലുള്ള വാക്യമാണ് വിധാൻ വാചക വാക്യ എന്ന് പറയുന്നത്. आज बहुत ठंड है, മാതാജി ने पूजा कर ली है, ഗീത के पास 5 रुपये है. അപ്പോൾ ഇതൊക്കെയാണ് വിധാൻ വാചക വാക്യത്തിനുള്ള ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് അടുത്ത വാക്യം എന്താണെന്ന് അർത്ഥക്കെ ആധാർ പർ അടുത്ത ഒരു ഭേദ് പരിചയപ്പെടാം. നിഷേധ് വാചക വാക്യ, അല്ലേ? നിഷേധ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നിഷേധം, നെഗറ്റീവ് ആയിട്ടല്ലേ? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നിഷേധ് വാചക വാക്യ. जिन वाक्यों से कार्य न होने का भाव प्रकट होता है उन्हें निषेधवाचक वाक्य कहते हैं. അപ്പം നിഷേധവാചക വാക്യത്തിലൂടെ ജിൻ വാക്യോം സേ കാര്യ ന ഹോനെ കാ ഭാവ് പ്രകട ഹോത്താ ഹെ, ഈ വാക്യത്തിൽ കാര്യ ന ഹോനെ കാ ഭാവ്, കാര്യങ്ങൾ നടന്നിട്ടില്ല, കാര്യ ന ഹോനെ കാ ഭാവ്, കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല, ചെയ്തിട്ടില്ല, അല്ലേ? എന്നുള്ള ഒരു ഭാവമാണ് പ്രകടമാകുന്നത്. ഉനേം നിഷേധവാചക വാക്യ കഹത്തെ ഹെ. അപ്പോൾ എന്താണ് നിഷേധവാചക വാക്യത്തിനുള്ള എക്സാമ്പിൾസ് നോക്കാം. മേ ആജ് ഖാന നഹി ഖാവൂങ്ക, മേ ആജ് ഖാന നഹി ഖാവൂങ്ക. അപ്പോൾ അവിടെ നഹി നെഗറ്റീവാണ്, അല്ലേ? ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കത്തില്ല. മേ ആജ് ഖാന നഹി ഖാവൂങ്ക. വഹ് ആജ് സ്കൂൾ നഹി ജായേഗ, അവൻ ഇന്ന് സ്കൂളിലേക്ക് പോവില്ല. രോഹൻ മേരെ സാത്ത് നഹി ചലോഗെ, രോഹൻ എൻ്റെ കൂടെ വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇല്ല, അല്ല, പോയില്ല, വന്നില്ല, കണ്ടില്ല, ഇങ്ങനെ എന്താ ഒരു കാര്യം എന്താ അത് സംഭവിച്ചിട്ടില്ല, അല്ല എന്ന ഹോനേക്കാ ഭാവ് പ്രകട ഹോത്താ ഹെ തോ നിഷേധവാചക വാക്യ കഹത്തെ ഹെ. मैंने दूध नहीं पिया, उसने आज गृह कार्य नहीं किया, पिताजी आज ऑफिस नहीं गए, मोहन दीदी का कहना नहीं मानता है, माली ने आज पौधों को पानी नहीं दिया, पापा कल बाजार नहीं जाएंगे, मैंने आज घर की सफाई नहीं की. അപ്പോൾ ഇതിലകത്ത് നഹി, ന, മത്ത് ഇതൊക്കെ നെഗറ്റീവ് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. നഹി, ന, മത്ത് ഇത് ഏതെങ്കിലും ഇങ്ങനെയുള്ള സെൻറ്റൻസുകളായിരിക്കും നിഷേധവാചക വാക്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് വൺ പ്രശ്നവാചക വാക്യ, അല്ലേ? എന്താണ് പ്രശ്ന? ആ ക്വസ്റ്റ്യൻസിന് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രശ്ന ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും പ്രശ്നവാചക വാക്യ. वह वाक्य जिसके द्वारा किसी प्रकार प्रश्न किया जाता है, അല്ലേ? ആരെങ്കിലും മുഖേന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കപ്പെടുന്നതായിരിക്കും, അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ആരെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതായിരിക്കും പ്രശ്നവാചക വാക്യ. വഹ് പ്രശ്നവാചക വാക്യ കഹലാത്ത ഹെ. പിന്നെ എല്ലാത്തിലും ക്വസ്റ്റ്യൻ മാർക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് പ്രശ്നവാചക വാക്യമാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാവുമല്ലോ, ക്യാ, കഹാം, കബ്, കേസേ, ക്യാ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സുകൾ അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പ്രശ്നവാചക വാക്യ എന്ന് പറയുന്നത്. സ്കൂൾ की परीक्षा कब से है? कब? पंजाब की राजधानी क्या है? संसार में कितने सागर है? क्या तुमने खाना खा लिया?
तुम कितने बजे सुबह उठते हो? क्या तुम मेरे साथ खेलोगे? तुम्हारा नाम क्या है? यह फिल्म कब खत्म होगी? आज टीचर ने क्या होमवर्क दिया है? तुम कौन से देश में रहते हो? അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിസ്മയാദിവാചക് വാക്യ. എന്താണ് വിസ്മയാദിവാചക് വാക്യ എന്ന് നോക്കാം. वह वाक्य जिससे किसी प्रकार की गहरी अनुभूति का प्रदर्शन किया जाता है वह विस्मयादिबोधक वाक्य कहलाता है. वह वाक्य जिससे किसी प्रकार की गहरी അനുഭൂതി का പ്രദർശൻ അല്ലേ, വളരെ ആഴത്തിലുള്ള ഒരു എന്താ ഭാവം പ്രകടമാക്കപ്പെടുകയാണ് അല്ലേ. വളരെ ആഴത്തിലുള്ള ഒരു ഭാവം, ഏത് തരത്തിലുള്ള ഭാവമാണെങ്കിലും കുറച്ച് അഗാധമായിട്ട്, ഇപ്പോൾ ആശ്ചര്യമായാലും ശോകമായാലും ഘൃണ, അത്യധിക ഖുഷി, സ്തംഭത, ഈ പറയുന്നതൊക്കെ വിസ്മയിപ്പിക്കുന്നത് അല്ലേ. വിസ്മയം എന്ന് പറയുമ്പോൾ എന്താ പറയുക, സന്തോഷം കണ്ടിട്ടാണെങ്കിലും സങ്കടം കണ്ടിട്ടാണെങ്കിലും അത്ഭുതപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ വിസ്മയിച്ച് പോകാറുണ്ട് അല്ലേ. പെട്ടെന്ന് ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു അല്ലേ. പെട്ടെന്ന് നടന്നു പോകുന്ന ഒരു കുട്ടി നമ്മളറിയാതെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ബൈക്ക് വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെ നടക്കണം എന്നല്ല, നടക്കരുത്. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആകെ എന്താ പറയുക, വിസ്മയിക്കുക എന്ന് പറയുമ്പോൾ അത് സന്തോഷം. അപ്പോൾ അവിടെ വികാരമൊന്നും എന്ത് തരത്തിലുള്ള വികാരമാണെന്ന് അറിയില്ല. ആകെ നമ്മൾ സ്തബ്ധരായിട്ട് ഇങ്ങനെ നിന്ന് അതിശയിച്ച് വിസ്മയിച്ച് അല്ലേ, ആ ഒരു ഭാവം. അപ്പോൾ അതൊക്കെ വളരെ ആഴത്തിലുള്ള ആ പെട്ടെന്ന്. പിന്നെ ഒരു ഹാപ്പിനെസ്, നമ്മളിപ്പോൾ ബർത്ത്ഡേ ആണ്, അപ്പം നമ്മൾക്ക് ആ ഒരു കാര്യമേ ഓർമ്മയില്ല, നമ്മൾ മിണ്ടാതെ കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ സുഖമായിട്ട്. പെട്ടെന്നാണ് ഒരു 12 o'clock വീട്ടിലെല്ലാവരും വളരെ സൈലൻ്റായിട്ടൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് നമ്മളെ ഉണർത്തിയിട്ട് വല്ലാണ്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ്, പിന്നെ കേക്ക്, പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആ സമയത്ത് കാണുകയാണെങ്കിലോ അല്ലേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു മരണ വാർത്ത കേൾക്കുക, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടു പോയി. അപ്പോൾ അതൊക്കെ എന്താണ്, അത്രയും നമുക്ക് ഫീലിങ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ ഭയങ്കര. അപ്പോൾ ഇതൊക്കെ വിസ്മയത്തിനകത്ത് വരും. ഇപ്പോൾ സന്തോഷം അല്ലെങ്കിൽ ആശ്ചര്യം, പിന്നെ എന്താ പറയുക, ഹാപ്പിനെസ് ആണെങ്കിലും സങ്കടമാണെങ്കിലും, ഇത് രണ്ടിലെ ഏത് വിഭാഗമാണെങ്കിലും അതിനകത്തൊക്കെ ഈ വിസ്മയം വരും. അപ്പോൾ വിസ്മയാധിവാചക് വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്. അപ്പോൾ वाक्य जिससे किसी प्रकार की गहरी अनुभूति का प्रदर्शन, എന്തിൻ്റെ ആണെങ്കിലും വളരെ ആഴത്തിലുള്ള ഒരു അനുഭവത്തിൻ്റെ, ഒരു ഭാവത്തിൻ്റെ, ഉള്ളിലുള്ള വികാരത്തിൻ്റെ പ്രദർശനം ആണ്. वह विस्मयादिबोधक वाक्य कहलाता है. वह वाक्य जिससे किसी प्रकार की अनुभूति, जैसे ആശ്ചര്യ അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭൂതി, വികാരം, ജैसे ആശ്ചര്യമാകാം, ശോകമാവാം, ഘൃണ ആകാം, അത്യധിക ഖുഷി ആവാം, സ്തംഭത ആവാം, जैसे भावों का बोध हो वह विस्मयादिबोधक वाक्य कहलाता है. ഓക്കെ. ഇനി അതിൻ്റെ എക്സാമ്പിൾ. आहा, अरे अरे, वो, हाय, शाबाश, हे राम, छी छी छी, हे भगवान, ओह कहाँ, हम, अभे, बाप रे, बेचारा, ബദൻസി ബ്രുക്കു. അപ്പം ഇതൊക്കെ ഇങ്ങനെ സന്തോഷം സങ്കടം ഒക്കെ വരുന്ന സമയത്ത് പ്രകടിപ്പിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വാക്കുകളാണ് അല്ലേ. ഓ നോ, ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡൻറ്റ്, ഓ നോ, അല്ലെങ്കിൽ ഹേ ഭഗവാൻ അല്ലേ, അല്ലെങ്കിൽ നമ്മളവരോട് ഇപ്പം അവർ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാൻ പോകണം, അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവർ കണ്ടില്ല, അപ്പോൾ നമ്മൾ റുക്കോ എന്ന് പറഞ്ഞ് നിലവിളിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് ഈ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാവം പ്രകടമാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ വേർഡ്സ് ആണിത്. ഓക്കെ. इन वाक्यों में विस्मय सूचक
चिन्ह का प्रयोग होता है. വിസ്മയ സൂചക് ചിഹ്ന ആണ് ഇവിടെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആശ്ചര്യ ചിഹ്നം എന്ന് പറയും മലയാളത്തിൽ. ആശ്ചര്യ ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലേ. ഇത് വിസ്മയ സൂചക് ചിഹ്നമാണ്. അപ്പം ഇത് എന്തായാലും ആ വാക്യത്തിൽ ഉണ്ടാകും. അപ്പം നമുക്കിത് വിസ്മയ സൂചക് വാക്യമാണ് അല്ലേ, വിസ്മയാദി സൂചക് വാക്യമാണെന്ന് ആ ചിഹ്നം കണ്ടിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ കുറേ വാക്യങ്ങൾ ഹേ ഭഗവാൻ, അരേ വാഹ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. അത് കണ്ടിട്ടും അല്ലെങ്കിൽ ഈ വിസ്മയ സൂചക് വാക്യങ്ങൾ കണ്ടിട്ടും നമുക്ക് ഇത് വിസ്മയാദി സൂചക് വാക്യമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. हे भगवान, यह समस्या कब हल होगी? अरे वाह, कितनी सुंदर फूल खिला है. भले भले, इंडिया मैच जीत गई. रुको, तुम नहीं जा सकते? हे राम, आज कितना ठंडा दिन है. अरे वाह, तुमने कितनी सुंदर ड्रेस पहनी है. क्या बात, तुमने कर दिखाया. शाबाश, तुमने परीक्षा में बहुत अच्छा किया. छी, कमरा कितना गंदा किया हुआ है. बाप रे, कितना महंगा तोहफा है. അപ്പോൾ ഇതാണ് വിസ്മയാദി സൂചക് വാക്യം. നെക്സ്റ്റ് വൺ, ആഖ്യാവാചക് വാക്യ. ആഖ്യാവാചക് വാക്യയിൽ നമുക്ക് ആ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. നമ്മൾ ആ വാക്യം തന്നെ അതിൻ്റെ അർത്ഥം വെച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് മറക്കത്തില്ല. അപ്പോൾ ആജ്ഞാവാചക് അല്ലേ, അല്ലെങ്കിൽ ആഖ്യാവാചക്, രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഓക്കെ. അപ്പം ആഖ്യാവാചക് വാക്യ എന്താണ്? ആഖ്യാവാചക് വാക്യ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക അല്ലേ. അത് ചെയ്യേ, ഇത് ചെയ്യേ, അങ്ങോട്ട് പോരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണം. ഇങ്ങനെ ഒരു ആജ്ഞകൾ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. വഹ് വാക്യ ജിസ്കെ ദ്വാരാ കിസി പ്രകാർ കി ആജ്ഞ ദി ജാതി ഹേ യാ പ്രാർത്ഥന. അപ്പം നമുക്ക് അത് രണ്ട് തരത്തിലും അല്ലേ, ഈ ആജ്ഞ യാ പ്രാർത്ഥന രണ്ടും പറയാം അല്ലേ. നമുക്ക് ഇപ്പം മോളോട് പറയാം, മര്യാദയ്ക്ക് ഇരുന്ന് ഈ പോർഷൻസ് മുഴുവൻ ഇന്ന് കംപ്ലീറ്റ് ആക്കിക്കോളാം, നാളെ എക്സാമാണ്, നിൻ്റെ കളിയൊന്നും നടക്കത്തില്ല കേട്ടോ. പിന്നെ അത് നമുക്ക് ജസ്റ്റ് വേറെ എങ്ങനെ പറയാം, സ്നേഹത്തോടെ, മോളെ പ്ലീസ് ഇതൊക്കെ ഒന്ന് നീ പഠിച്ചോളാം കേട്ടോ, നാളെ എക്സാം അല്ലേ വരുന്നേ, ഈ കളിച്ച് നടന്ന എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് രണ്ടും പറയാം. അപ്പം എന്തായി, കുറച്ച് കടുപ്പിച്ച് പറഞ്ഞാൽ അത് ആഖ്യായി, കുറച്ച് സോഫ്റ്റായി പറഞ്ഞാൽ അത് പ്രാർത്ഥനയായി. ഓക്കെ. അപ്പോൾ കിസി പ്രകാർ കി ആഖ്യാ ദി ജാതി ഹേ യാ പ്രാർത്ഥന കി ജാതി ഹേ വഹ് വിധി സൂചക് വാക്യ കഹലാത്ത ഹേ. വിധി സൂചക് അല്ലെങ്കിൽ ആഖ്യാവാചക് വാക്യ. ഓക്കെ. അപ്പോൾ ആഖ്യാവാചക് വാക്യം എന്ന് പറയുന്നത്. ഇനിയും അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. കൃപയാ ശാന്തി ഭനായേ രഖേ. കൃപയാ ശാന്തി ഭനായേ രഖേ. राम जाकर पढ़ाई करो, सब अपने जगह पर बैठ जाइए. जल्दी दरवाज़ा खोलो, तुम वहाँ जा सकते हो, तुम वहाँ जा सकते हो. सीधा तुम अब अपना खाना खा लो. खिड़की दरवाजे बंद कर दो क्योंकि आज बहुत ठंड है. पापा आप जल्दी आना, कृपया अपनी मदद स्वयं करिए. बच्चों शोर मत मचाओ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഖ്യാ പ്രാർത്ഥന അല്ലേ, ഇത് രണ്ടും ഇതിനകത്ത് വരും ആഖ്യാവാചക് വാക്യയിൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇച്ഛാവാചക് വാക്യ. എന്താണ് ഇച്ഛാവാചക് വാക്യ എന്ന് നോക്കാം. जिन वाक्यों में किसी चाह, ज़रूरत, इच्छा, आकांक्षा, कामना या आशीर्वाद का बोध होता है उन्हें इच्छावाचक वाक्य कहते हैं. അപ്പം ഇച്ഛാവാചക അല്ലേ, ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലേ. അപ്പോൾ ഒരു ആഗ്രഹം എന്താണ് ഇച്ഛാവാചക വാക്യ. ജിൻ വാക്യോമേ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചാഹ് ആഗ്രഹം, സറൂരത്ത് നമ്മുടെ അത്യാവശ്യങ്ങൾ അല്ലേ. ഇപ്പം എനിക്കൊരു അടുത്ത് പോകണം, പെട്ടെന്ന് തന്നെ ഇപ്പോൾ അവിടെ എത്തണം, അതെൻ്റെ ഒരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ഡ്രസ്സ് വേണം, അതെൻ്റെ ഒരു അത്യാവശ്യം. ഇപ്പം നമ്മളൊക്കെ ചിലപ്പം നമുക്ക് ചില കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ സറൂരത്ത്, പിന്നെ ഇച്ഛ, ആകാംക്ഷ, കാമന, യാ ആശീർവാദ് അല്ലേ, കാ ബോധ് ഹോത്താ ഹെ, ഇങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഉനേം ഇച്ഛാവാചക് വാക്യ കഹത്തെ ഹെ. അതിനെയാണ് ഇച്ഛാവാചക് വാക്യം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ചാഹ്, സറൂരത്ത്, ഇച്ഛ, ആകാംക്ഷ, കാമന, യാ ആശീർവാദ്. ഇനി നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം.
आपकी यात्रा शुभ हो. काश मैं कक्षा में प्रथम आ जाऊं. मैं भी आपके जैसे डॉक्टर बनाना चाहता हूँ. खुश रहो बेटा, मैं जाता हूँ. ईश्वर सबका भला करे. आज मेरे मन कुछ अच्छा खाने का है. जन्मदिन की ढेरों शुभकामनाएं. भगवान तुम्हें लंबी उम्र दे. ഭഗവാൻ തുമേം ലംബി ഉമർ ധേ. ദൂധോം നഹാവോ പൂത്തോം ഫലോ. അപ്പോൾ ഇങ്ങനെ ഒരാളെ അനുഗ്രഹിക്കുന്ന തരത്തിൽ, പിന്നെ വിഷ് ചെയ്യുന്ന പോലെ, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പറയുക അല്ലേ. എനിക്ക് ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റ് വരണം, അല്ലെങ്കിൽ ഇത്തവണത്തെ എനിക്ക് എക്സാമിന് ഫസ്റ്റ് റാങ്ക് മേടിക്കണം അല്ലേ, പിന്നെ എനിക്ക് ഇന്ന സ്ഥലത്ത് എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, പിന്നെ അനുഗ്രഹങ്ങൾ കൊടുക്കുക അല്ലേ, പിന്നെ വിഷ് ചെയ്യുക, അങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ ഇച്ഛാവാചക വാക്യത്തിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് संकेतवाचक वाक्य. എന്താണ് संकेतवाचक वाक्य? वाक्य में किसी प्रकार का संकेत दर्शाता हो या वे वाक्य जिसमें एक क्रिया का दूसरी क्रिया पर संकेत या इशारा हो, ऐसे वाक्य संकेतवाचक वाक्य कहलाते हैं. വാക്യമേം കിസി പ്രകാർക്ക സങ്കേത ദർശാത്ത. ഈ വാക്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സങ്കേത അല്ലെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടും. ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സിഗ്നൽ തരുന്ന ഒരു വാക്യമായിരിക്കും. ദർശാത്ത ഹോ യാ വേ വാക്യ ജിസ്സെ ഏക് ക്രിയാ കാ ദൂസരി ക്രിയാ പർ സംഗീത യാ ഇഷാരാ ഹോ. അപ്പോൾ രണ്ട് വാക്യങ്ങളുണ്ടായിരിക്കും, രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൽ രണ്ട് ക്രിയ ഉണ്ടാകും. ആദ്യത്തെ ക്രിയാക്ക ദൂസരി ക്രിയ പർ സംഗീതിയ ഇഷാറാഹോ. ആദ്യത്തെ ക്രിയ എന്താണ്? മറ്റ് രണ്ടാമത് പറയാൻ പോകുന്ന ക്രിയയോട് എന്തോ ഒരു സിഗ്നൽ കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കും അല്ലേ, എന്തോ ഒരു കാര്യം മുന്നേ കൂട്ടി പറയുന്നതായിരിക്കും. അതായത് ഇപ്പം ഇന്ന് ആകാശത്ത് നല്ല മേഘക്കൂട്ടം ഉണ്ട്, അപ്പോൾ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒന്ന് മുൻകൂട്ടി പറയുന്നതാണ് അല്ലേ, ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ്. അത് മഴയ്ക്കുള്ള സിഗ്നലാണ് ഈ മേഘങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേഗം ചെന്നാലേ ആ ബസ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ബസ്സിൽ പോകണമെങ്കിൽ നമ്മളിപ്പോൾ വേഗത്തിൽ ഓടണം, അല്ലെങ്കിൽ വേഗത്തിൽ നടക്കണം, അല്ലെങ്കിൽ സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ബസ്സിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗത്തിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചെയ്യുന്ന ക്രിയ രണ്ടാമത്തെ ക്രിയയുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും, അതിന് കൊടുക്കുന്ന ഒരു സിഗ്നലായിട്ടായിരിക്കും. സംഗീത ദർശാത്താഹോ, അതുമായിട്ട് ഒരു ലിങ്ക് അവിടെ ഉണ്ടാകും, ഒരു രണ്ടുമായിട്ട് ഒരു കണക്ഷൻ. അപ്പോൾ വേഗം ഇന്ന് പോയാലേ സ്കൂളിൽ ലേറ്റാവാണ്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം ചെല്ലണം, എന്നാലേ സ്കൂളിൽ ലേറ്റാവാണ്ട് എത്തുള്ളൂ. അപ്പം ഈ രണ്ട് പറയുന്ന ക്രിയകളും ഒന്ന് മറ്റൊരു ക്രിയയോട് എന്തോ ഒരു സംഗീത ദർശാത്താഹ, ഒരു സിഗ്നൽ കൊടുക്കുന്ന പോലെ ഉള്ള ക്രിയകളാണ് സംഗീതവാചക വാക്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. अगर आज तुम जल्दी उठ जाते तो स्कूल के लिए लेट नहीं होते. ഇന്ന് നീ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ സ്കൂളിൽ ലേറ്റ് ആകുമായിരുന്നില്ല. यदि तुम सही समय पर इलाज करते तो जल्दी ठीक हो जाते. നീ ശരിയായ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയാകുമായിരുന്നു. यदि तुम भी मेरे साथ रहोगे तो मुझे अच्छा लगेगा. നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. रमा का मकान उधर है. यदि मैं समय बर्बाद नहीं करता तो सफल हो जाता. अगर बारिश अच्छी होती तो फसल भी अच्छी होती. अगर वह गर्मी में होता तो चोरी नहीं होती. अगर तुम मेहनत करते तो धनी बन जाते. यदि वह अच्छा खेलता तो भारत जीत जाता. अगर हम दौड़ा जल्दी घर से निकलते तो बस नहीं छूटती. ഇനി നെക്സ്റ്റ് സന്ദേഹവാചക് വാക്യ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഇപ്പം സംഖേതവാചകാണ്, ഇത് സന്ദേഹവാചക്. ऐसे वाक्य जिनसे हमें किसी प्रकार के संदेह या संभावना का बोध होता है. സന്ദേഹ് മീൻസ് സംശയം അല്ലെ, ഒരു ഡൗട്ട്, ഇങ്ങനെ സംഭവിക്കുമോ, മഴ വരുമോ അല്ലേ, ഇങ്ങനെ ഒരു സംശയം. യാ സംഭാവന നടന്നേക്കാം, അങ്ങനെ സംഭവിച്ചേ
വന്നേക്കാം അല്ലേ. ഇന്ന് ചിലപ്പോൾ എൻ്റെ മാമ വരാനൊരു ഇതുണ്ട്, മാമ വന്നേക്കാം അല്ലേ. അല്ലെങ്കിൽ ഇന്ന് ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ പോയേക്കാം. അപ്പോൾ ഇങ്ങനെ സംശയമായിട്ട് പറയുന്നതും പിന്നെ സംഭാവന നടക്കാൻ കാര്യമുള്ളതായിട്ട് പറയുന്നതും വരാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നതും അതിനെക്കുറിച്ച് പറയുന്നതാണ് സന്ദേഹവാചക വാക്യ. വഹ് വാക്യ സന്ദേഹവാചക വാക്യ कहलाते हैं. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. क्या उसने परीक्षा की तैयारी कर ली है? क्या उसने परीक्षा की तैयार कर ली है? അറിയില്ല, ചോദിക്കുകയാണ് അല്ലെ, സംശയമാണ്. आज बहुत बर्फ पड़ सकती है. ഇന്ന് നല്ല തണുപ്പ് വീഴാൻ ഇടയുണ്ട്. शायद वह शादी के लिए मान जाएगी. ट्रेन शायद देरी से आने वाला है. कल शायद पिताजी ऑफिस नहीं जाएंगे. क्या श्याम यहाँ से चल गया? शायद कल से सब फिर बंद रहेगा. वह शायद अभी तक नहीं पहुँचा. അപ്പോൾ ഈ ഷായദ് എന്ന് പറയുന്നത് തന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഷായദ് ഉപയോഗിക്കുക. हो सकता कल में नहीं आऊँगा. संभवतः वह सुंदर गया. സംഭവതഃ വഹ സുധർഘയ. അപ്പോൾ ഇങ്ങനെ സംശയമായിട്ടും പിന്നെ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നതാണ് സന്ദേഹവാചക വാക്യ. ഇനി നമുക്ക് രചനാക്കെ ആധാർ पर वाक्य के भेद നോക്കാം. रचना के आधार पर वाक्य के 3 भेद होते हैं अല്ലേ. रचना के आधार पर वाक्य के निम्नलिखित 3 भेद होते हैं. सरल वाक्य, संयुक्त वाक्य, मिश्रित या मिश्र वाक्य. मिश्रित या मिश्र वाक्य. അപ്പോൾ सरल वाक्य, संयुक्त वाक्य, मिश्र वाक्य. फर्स्ट वन सरल वाक्य. എന്താണ് सरल वाक्य? ऐसा वाक्य जिससे एक ही क्रिया एवं एक ही कर्ता होता है या जिस वाक्य में एक ही उद्देश्य एवं एक ही विधेय होता है वे वाक्य सरल वाक्य कहलाता है. അപ്പോൾ ഏസ വാക്യം എന്താണ് സരൾ വാക്യം? മീൻസ് സരളമായ ഒരു വാക്യം അല്ലേ, സിമ്പിൾ സെൻറ്റൻസ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. ഏസ വാക്യ ജിസ്സെ ഏക് ഹി ക്രിയ ഏവം ഏക് ഹി കർത്ത ഹോത്താ ഹെ. അപ്പോൾ ഇതിൽ ഒരേ ഒരു ക്രിയ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ക്രിയ ഉണ്ടാവുള്ളൂ. ഏവം ഏക് ഹി കർത്ത, ഒരേ ഒരു കർത്താവേ ഉണ്ടാവുള്ളൂ. യാ ജിസ് വാക്യമേം ഏക് ഹി ഉദ്ദേശ ഏവം ഏക് ഹി വിധേയ ഹോത്താ ഹെ. ഒരേ ഒരു ഉദ്ദേശ്യവും ഒരേ ഒരു വിധേയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്രിയ, ഒരു കർത്താവ്, ഒരു ഉദ്ദേശ്യം, ഒരു വിധേയം. വേ വാക്യ സരൾ വാക്യ കഹലാത്തെ ഹെ. അതാണ് സരൾ വാക്യം. അതായത് കുറച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, അത് സിമ്പിൾ ആയിട്ടില്ല അല്ലേ. രാധാ പഠിത്തി ഹെ, വഹ നാച്ചതി ഹെ, ഇങ്ങനെ വളരെ ഒരു കർത്താവ്, ഒരു ക്രിയ അല്ലേ, ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നതാണ് സരൾ വാക്യം. ഇനി അതിന് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. മീന അച്ഛാ ഖാന ഖാത്തി ഹെ. ബാരിഷ് ഹോ രഹി ഹെ. മാതാജി ഖാന ഖാ രഹി ഹെ. रेलगाड़ी बहुत तेज चल रही है. राकेश ने भोजन किया. पक्षी आकाश में उड़ रही है. सीमा किताब पढ़ रही है. रोहन खेलने गया है. आज बहुत गर्मी हो रही है. सीधा नए कपड़े लेकर आई है. കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കർത്താവ്, ഒരു ക്രിയ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഉദ്ദേശ്യ, വിധേയ്, അങ്ങനെയുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസിനെയാണ് സരൾ വാക്യ എന്ന് പറയുന്നത്. ഇത് സംയുക്ത വാക്യ. वह वाक्य जिसमें 2 या 2 से अधिक वाक्य या गंड स्वतंत्र रूप से समुच्चय बोधक अव्ययों द्वारा आपस में जुड़े होते हैं उसे संयुक्त वाक्य कहते हैं. അപ്പോൾ സംയുക്ത വാക്യം എന്ന് പറയുമ്പോൾ वह वाक्य जिसमें 2 या 2 से अधिक वाक्य या गंड स्वतंत्र रूप से, ഇതിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ വാക്യങ്ങൾ, ഗണ്ട് അല്ലേ, സ്വതന്ത്രമായിട്ടുള്ള രൂപത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും. സമുച്ചയ ബോധക അവ്യയം ദ്വാര ആപസ്മേം ജുഡേ ഹോത്തെ ഹെ. സമുച്ചയ ബോധക അവ്യയിൽ എന്താണ്? ഓർ, യാ, ലേക്കിൻ, കിന്തു, പരന്തു, മഗർ, ബൽക്കി, യാനി, അർത്ഥാത് ഇങ്ങനെയുള്ള കണക്റ്റർ വേർഡ്സാണ്. അപ്പം സമുച്ചയ ബോധക അവ്യയിൽ വരുന്നത്, അതായത് ദോ വാക്യോം കോ ജോഡിനെ വാല ശബ്ദ്, അതാണ് സമുച്ചയ ബോധക അവ്യയിൽ. ഇപ്പം और इसलिए,
കിയെ ഓർ പിന്നെ ലേക്കിൻ കിന്തു പരന്തു മഗർ ബൽക്കി ഇങ്ങനെയുള്ള സമുച്ചയബോധക അവയെ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക പരസ്പരം. അങ്ങനെയുള്ളതാണ് അപ്പം സംയുക്ത വാക്യം എന്ന് പറയുന്നത്. ഇനി മിശ്രിത വാക്യവും കി മുഖ്യ പഹച്ചാൻ. ഈ സംയുക്ത വാക്യവും മിശ്രവാക്യവും ഒരുപോലെ തന്നെയാണ് അല്ലേ. രണ്ടിൽ കൂടുതൽ വാക്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഒന്നിൽ കൂടുതൽ ക്രിയകൾ ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ കർത്താവ് ഉണ്ടായിരിക്കും. അപ്പോൾ ശരി, അപ്പം നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം മിശ്രവാക്യവും കി മുഖ്യ പഹച്ചാൻ യഹ് ഹേ കി ഉൻമേം ജബ് തബ് ജോ ജിतना ജഹാം ജൈസാ കേസാ യദി ക്യോം കി ഇസ്ലിയെ ആദി യോജക അവയവോं में से കിസി ഏക കാ ഉപയോഗ കിയാ ജാതാ ഹെ. അപ്പം ഇങ്ങനെയുള്ള യോജക അവ്യയികൾ അല്ലേ, ഇങ്ങനെയുള്ള യോജക് കണക്റ്റർ വാക്യങ്ങൾ ഉണ്ടാവും ഏതിൽ, മിശ്രിത വാക്യത്തിൽ. അപ്പം നമുക്കത് കണ്ടിട്ട് മിശ്രിത വാക്യവും സംയുക്ത വാക്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി സംയുക്ത വാക്യത്തിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. मैंने बहुत परिश्रम किया इसलिए सफल हो गया, दिन डल गया और अंधेरा बढ़ने लगा, मैं बहुत तेज दौड़ा फिर भी ट्रेन नहीं पकड़ सका, राम आया और दख कर सो गया, वह सुबह गया और शाम को लौट आया, बादल गरज रहे हैं और वर्षा हो रही है, राहुल विद्यालय जाता है और मन लगाकर पढ़ता है, रमेश ने काम किया और वह अपने घर चल गया, जब मैं घर से निकला तब वर्षा हो रही थी, वह चला तो था परंतु रास्ते से लौट गया. അപ്പം ഇങ്ങനെയുള്ള സമുച്ചയബോധക അവയവമാകുന്ന കണക്റ്റിംഗ് വേർഡ്സിൽ യോജക ശബ്ദങ്ങൾ കൊണ്ടായിരിക്കും കൂടുതൽ ഈ സംയുക്ത വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് സംയുക്ത വാക്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി മിശ്രിത വാക്യം എന്താണെന്ന് നോക്കാം. जिन वाक्यों में एक मुख्य या प्रधान वाक्य हो और अन्य मिश्रित उपवाक्य हो उन्हें मिश्रित वाक्य कहते हैं. जिन वाक्यों में एक मुख्य या प्रधान वाक्य हो, ഒരു മുഖ്യ വാക്യം ഉണ്ടാവും, ഒരു പ്രധാന വാക്യം, और अन्य ആശ്രിത ഉപവാക്യ ഹോ, പിന്നെ ഒരു പ്രധാന വാക്യവും പിന്നെ അതിൻ്റെ കൂടെ ഒരു ആശ്രിത ഉപവാക്യവും ഉണ്ടാകും. ഉനെ മിശ്രിത വാക്യ കഹത്തെ ഹെ, അതിനെയാണ് മിശ്രിത വാക്യം എന്ന് പറയുന്നത്. മുഖ്യ യാ പ്രധാൻ വാക്യ ഓർ ആശ്രിത ഉപവാക്യ. ഓക്കെ. मिश्र वाक्यों की रचना एक से अधिक ऐसे साधारण वाक्यों से होती है जिनमें एक प्रधान वाक्य होता है एवं दूसरा वाक्य आश्रित होता है. അപ്പം മിശ്രവാക്യത്തിൽ ഈ രചന, മിശ്രവാക്യത്തിൻ്റെ രചന ഏക് സെ അധിക് ऐसे സാധാരണ വാക്യോം സെ ഹോത്തി ഹെ, അതായത് സാധാരണ വാക്യം പോലെ തന്നെ ആയിരിക്കും മിശ്രവാക്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ. പക്ഷേ ജിന്മേം ഏക് പ്രധാൻ വാക്യ ഹോത്താ ഹെ എവം ദൂസര വാക്യ ആശ്രിത ഹോത്താ ഹെ, ഒരു പ്രധാന വാക്യവും പിന്നെ ഒരു ആശ്രിത വാക്യവും ഉണ്ടായിരിക്കും. जब काम खत्म हुआ तब हम सैर करने निकल पड़े, जो लड़का कमरे में बैठा है वह मेरा भाई है, जो तुम अगर अपना काम पूरा कर लो तो हम खेलने जा सकते हैं, आज यदि बारिश हो तो तुम यही रुक जाता जाना. അപ്പോൾ ആജ് യദി ബാരിഷ് ഹോ തോ തും യഹി റുക് ജാന, അവിടെ തോ എന്നുള്ളതാണ് ആ വാക്ക്. നമുക്ക് ഇത് മിശ്രവാക്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കണക്റ്ററായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തോ ആണ്. बाहर अगर धूप निकली हुई हो तो छाया ले जाना, यदि तुम अपना गृह कार्य नहीं करोगे तो अध्यापक से डांट पड़ेगी, जो बच्चा परीक्षा में सबसे अधिक अंक पाओगे वह प्रथम आएगा, जो जब तुम 12वीं कक्षा अच्छे अंकों से पास कर लो तो तुम्हें कॉलेज में दाखिला मिल जाएगा, जो बच्चा देर से विद्यालय आएगा उसे सजा मिलेगी, तुम अगर मेहनत करो तो हर चीज़ आसान हो जाएगी. അപ്പം ഇത് നമുക്ക് മിശ്രവാക്യം, സംയുക്ത വാക്യം, സരൾ വാക്യം ഇതൊക്കെ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. वाक्य, वाक्य के भेद, अर्थ के आधार पर वाक्य के भेद,
प्रकार के होते हैं रचना के आधार पर वाक्य के भेद 3 प्रकार के होते हैं അപ്പോൾ ഇത് ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് വീണ്ടും വീഡിയോ കാണുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്